time to go to picking mulberries. സമ്മർ ആയി കഴിഞ്ഞാൽ ഓടി വരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു മൾബറി മരം ഉണ്ട് ഗൈസ്. മൾബറി മരത്തിന് പ്രാന്ത് പിടിച്ച പോലെയാണ് മൾബറി ഉണ്ടാകുന്നത്. കുറേ നേരം ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നും. ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ഈ മൾബറി ചെടി കണ്ടുപിടിച്ചത്. അതോടുകൂടി എല്ലാ സമ്മറിനും ഈ സ്ഥലത്തേക്ക് തന്നെ വരും. നമ്മൾ മൾബറി പഴം പറിച്ചു പോയി കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും കുറെ മൾബറികൾ ഉണ്ടാവും. പഴുക്കാനുള്ള മൾബറികളൊക്കെ ഇവിടെ ഉണ്ടാകും. പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് കടയിലേക്കൊക്കെ പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്പാനിഷ് റെസ്റ്റോറന്റിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ കൂടുതലും മൾബറീസ് ഉപയോഗിക്കും. പേസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കേക്കിന്റെ മേളിലൊക്കെ ഒഴിക്കാനായിട്ടൊക്കെ ഒരു ടോപ്പിംഗ് പോലെ അതിനു വേണ്ടിയിട്ടാണ് കൂടുതലും മൾബറി യൂസ് ചെയ്യുന്നത്. മൾബറി, ബ്ലൂബെറി, റാസ്ബെറി ഇങ്ങനെയുള്ള പഴങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് ഈ സമയത്ത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മൾബറി പഴങ്ങളൊക്കെ പടച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും. ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളുകൾ ഉപയോഗിക്കാം. മിക്കവാറും രാവിലെ തന്നെ ഞങ്ങൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ചൂസ് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ സ്ട്രോബെറിയും റാസ്ബെറിയും മൾബറി ഒക്കെ ഇട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് കഴിക്കാം. ആ സമയത്താണ് മമ്മി വിളിച്ചത്. മമ്മി വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയും. അതിന്റെ കൂടെ തോട്ടത്തിലേക്ക് വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മമ്മിയുടെ വായിന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. വേടനെ തോപ്പിക്കാം. വേടൻ അതാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. അതെ, കഴിഞ്ഞ തവണ മൾബറി പഴങ്ങൾ പറിക്കാൻ വന്നു കഴിഞ്ഞപ്പോ കാലിലേക്ക് കുറച്ച് മുള്ളുകളൊക്കെ പറ്റി. എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിച്ചു കിടന്നു. ഒരാഴ്ചയായിരുന്നു പനി. വിഷമുള്ളുകളാണെന്ന് തോന്നുന്നു. ശരീരത്തിൽ മൊത്തം നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ പേരിൽ ഇനി പോവില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് വീണ്ടും പോകുന്നത്. എങ്ങനെ പോവാതിരിക്കും? കാരണം മൾബറി പഴങ്ങൾക്കൊക്കെ കടയിൽ ഭയങ്കര വിലയാണ്. ഇവിടുന്ന് പറിച്ച് കടയിലേക്ക് വിൽക്കുന്ന ഈ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ നേരിട്ട് ഫ്രഷോടുകൂടി പറിച്ച് തിന്നാൻ പാടില്ലേ? മൾബറി പഴങ്ങളുടെ സീസൺ ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ മമ്മീനെ വിളിച്ച് അത് കൊതിപ്പിക്കലാണ് ജോലി. മമ്മിക്കാണെങ്കിൽ മൾബറി പഴങ്ങൾ എന്ന് വെച്ചാൽ ജീവന്റെ ജീവനാണ്. കൊതിപ്പിക്കേണ്ടതൊക്കെ എനിക്കും വിചാരമുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ചക്കപ്പുഴുക്ക് കാണിച്ചിട്ട് എന്നെ കൊതിപ്പിച്ചു. എന്നിട്ട് എന്നാ വന്നേന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ തന്നെ മമ്മിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ച് കൊതിപ്പിക്കൂട്ടോന്ന്. ഇപ്പൊ മമ്മീനെ അത് കാണിച്ച് കൊതിപ്പിച്ചേ പിന്നെ മമ്മിക്ക് ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വരുമ്പോ മൾബറി പഴങ്ങൾ കൊണ്ടുവരണേന്ന് മാത്രമായി. മമ്മിയുടെ വീട്ടിൽ പറമ്പിൽ കുറെ മൾബറി മരങ്ങളും തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മമ്മീനെ കെട്ടിച്ച് അങ്കമാലിക്ക് കൊണ്ടുവന്നേ പിന്നെ അത് മമ്മിക്ക് കിട്ടാനില്ല. ഇപ്പൊ മമ്മിക്ക് മൾബറി പഴങ്ങളോട് ഒടുക്കത്തെ കൊതിയായി. ഇനി എന്തായാലും നാട്ടിക്ക് പോണ സമയത്ത് മമ്മിക്കും കൂടി വേണ്ടിയിട്ടുള്ള മൾബറി പഴങ്ങൾ പറിക്കാന്ന് വിചാരിച്ചു. കാരണം മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ മൾബറി പഴങ്ങൾ തിന്ന് എന്റെ നാക്കൊക്കെ ചോര പോലെയായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.